ഇസ്ലാമിക സംസ്കാരത്തിന്റെ അസ്തിത്വത്തെ പറ്റിയോ അതിൽ നിന്നും നിർഗളിക്കുന്ന സുന്ദരമായ ആശാദർശങ്ങളെയോ പറ്റിയോ മനസ്സിലാക്കാതെ ഇസ്ലാമിനെ പഴഞ്ചൻ സംസ്കാരമായിട്ടും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമായിട്ടും ഇന്ന് ഈ ലോകത്ത് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇസ്ലാമിന്റെ നിലപാടെന്ന് നാം അറിയൽ അനിവാര്യമാണ്. ഇന്ന് ലോകത്ത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമായി മാറുമ്പോൾ ഇസ്ലാമിന്റെ എതിർവാദങ്ങളും ഇസ്ലാമിനെതിരെയുള്ള പാശ്ചാത്യരുടെ എതിർവാദങ്ങളും ഇന്ന് ഈ ലോകത്ത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനമുള്ളവരെ, ഇസ്ലാമിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാമിന്റെ ഓരോ കാഴ്ചപ്പാടുകളും അതീവ സുന്ദരമാണ്. അത് മനുഷ്യബുദ്ധിയെ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ സാമൂഹിക മാധ്യമ പ്രവർത്തകന്മാർ പറഞ്ഞുപോയി, ഉമറിന്റെ ഭരണമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങനെയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിനെ പൂർണ്ണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അങ്ങനെ ഭരണം കാഴ്ചവെച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അതിർത്തിയിൽ ഒരു ആട്ടുംകുട്ടി പോലും വിശന്ന് ജാഗ്രത ചിന്തിച്ച ഭരണാധികാരി തന്റെ നാട്ടുകാരുടെ അവസ്ഥ അറിയാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ തന്റെ നാട് സന്ദർശിക്കാൻ ഇറങ്ങി നടക്കുമായിരുന്നു. ഇതാണ് ഇസ്ലാം കാഴ്ചവെച്ച ഭരണാധികാരം. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന ഹദീസ് ഹൃദയത്തിലെത്തി എത്രയെത്ര മഹാ ഉലമാക്കളാണ് ഈ മണ്ണിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായി വീണത്. പ്രത്യേകിച്ച് ഈ രാജ്യത്തിൽ ഇസ്ലാമിക ഭരണം കാഴ്ചവെച്ച മഹാനായ ഫാത്തിഹ് അലി സഹാബ് എന്ന് പറയുന്ന നമുക്കറിയാമെന്നുള്ള ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിന്റെ ഓരോ ഭരണരീതിയും അത്ഭുതകരമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജനാസയുടെ അടുക്കൽ വന്ന് നിന്ന് ബ്രിട്ടീഷ് അധികാരിയായിരുന്ന ജനറൽ ഹാരിസ് പറഞ്ഞത്, ഇന്ന് മുതൽ ഇന്ത്യ നമ്മുടേതാണ്. അങ്ങനെ പറയാൻ കാരണം അത്ര ശക്തനായിരുന്നു, അത്ര ശത്രുവായിരുന്നു, അത്ര ധീരനായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ടിപ്പു സുൽത്താൻ ഭരണം കാഴ്ചവെച്ചത്. ഇങ്ങനെ ഇസ്ലാമിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചിരുന്ന ഓരോരുത്തരുടെയും ചരിത്ര താളുകൾ നാം മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരുപാട് മഹാത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചരിത്രങ്ങൾ വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, യാഥാർത്ഥ്യങ്ങളെ പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നാം ഈ യാഥാർത്ഥ്യങ്ങളെ പറ്റി അറിയൽ അനിവാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇസ്ലാമിന്റെ നിലപാട്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. തീവ്രവാദത്തിലേക്ക് ശ്രമിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, തീവ്രവാദത്തിന് മേൽ യുദ്ധം ചെയ്യുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, തീവ്രവാദത്തിന് മേൽ മറപ്പെടുന്നവൻ പോലും നമ്മളിൽപ്പെട്ടവനല്ല. മാത്രമല്ല അല്ലാഹു ഖുർആൻ ശരീഫിലൂടെ പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദുൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ. ഈ ഭൂമിയിൽ അന്യായമായിട്ട് ഒരു ശരീരത്തെ ഒരുവൻ കൊന്നാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ ശരീരങ്ങളെയും കൊന്നവനെ പോലെയാണ്. ഇങ്ങനെ നിഷ്കർഷിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാകുന്നത്? ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ തകർത്തു കളയാം, പൊളിച്ചു കളയാമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെ വളർച്ചയിലും അതിന്റെ പ്രചാരണത്തിലും അസൂയപ്പെട്ടിട്ടാണ്. ഇസ്ലാമിനെതിരെ ആരൊക്കെ അസ്ത്രങ്ങൾ അയച്ചു വിട്ടാലും ഇസ്ലാമിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ആർക്കൊക്കെ ഏത് അവിശ്വാസികൾക്ക് അനിഷ്ടകരമാണെങ്കിലും ഞാൻ എന്റെ പ്രകാശത്തെ, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നോ ഇന്നലെ വെറും പൊട്ടി മുളച്ചുണ്ടായതല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇസ്ലാമിനെതിരെ ഒരുപാട് പേര് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്ലാമിനെ തകർക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാമിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അല്ലാഹു പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു അതിനെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ മുൻകാലഘട്ട ചരിത്രങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. എങ്കിലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യരുടെ എതിർവാദ കുഴികളിൽ നമുക്ക് വീണു പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലത്തിൽ മുഴുവൻ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട് ജീവിച്ച്
മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.